ദിസ് സീസൺസ് പ്രീമിയർ ലീഗ് ലൈവായിട്ട് പോവാ. ഇനിയാണ് ശരിക്കും പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അതെ, ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞോ, കപ്പടിക്കാൻ പറ്റിയ ഏത് ടീമുള്ള കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് ചുമ്മാ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം എന്നുള്ള സീൻ അങ്ങനെയല്ല. അത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന ടീം അടിക്കും എന്ന് പറയണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന സാധനം. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എത്ര നല്ല പ്ലേയേഴ്സിനെ ക്ലബിലേക്ക് കൊണ്ടുവന്നാലും ഒന്ന് ഇവരെല്ലാം തമ്മിൽ സിങ്ക് ആവണം. ഇതൊരു വലിയ പ്രശ്നമാണ്. ക്ലബിനുമായിട്ടും ആ പ്ലേയേഴ്സുമായിട്ടും ഇതെല്ലാം ഒന്ന് ആയി വരുമ്പോഴേക്കും ചിലപ്പോൾ സീസൺ അവസാനിച്ചിട്ടുണ്ടാവും. ഇനി ഇതുപോലെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പുറത്ത് കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇഞ്ചുറി സീന് ഇതെല്ലാം വന്ന് ചിലപ്പോൾ പോവാം. അതുകൊണ്ട് ഇപ്പൊ ഈ സൈനിങ്ങുകളിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ എനിക്ക് പക്ഷെ ഈ പ്രാവശ്യത്തെ സൈനിങ് എല്ലാ ടീമിന്റെയും വൻ സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തൊക്കെയാ നടക്കണതെന്ന് മനസ്സിലാവാത്ത പോലത്തെ സൈനിങ്ങാ. എവിടേക്ക് ആരൊക്കെ പോകണമെന്ന് പോലും മനസ്സിലാവണില്ല. പക്ഷെ എനിക്ക് നീയിപ്പോ ചോദിച്ച ചോദ്യത്തില് എനിക്ക് തോന്നുന്നത്, എന്റെ മേ ബി എന്റെ ഇഷ്ടം കൂടുതൽ അവിടേക്ക് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചെൽസി ചിലപ്പോ അടിക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ചെൽസി, ആർസണൽ. എനിക്ക് ആർസണൽ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അടിക്കും എന്നല്ല, അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ടോപ്പ് ഉണ്ടായിരുന്നു, ചെയ്യാമായിരുന്നു. അത് തന്നെ, ആ ഒരു പ്രശ്നം. ഞാൻ അതുകൊണ്ട് എനിക്ക് എന്തെന്നറിയോ, ഞാൻ ഇത് പറയാൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മൾ ഈ എപ്പോഴും കയ്യിൽ നിന്ന് പോണ ഒരു ടീമിനോട് ഒരു വിഷമവും നമുക്കൊരു സ്നേഹവും ഒക്കെ തോന്നൂലേ, ആ ഒരു ഫീല്. സത്യം പറഞ്ഞാൽ എനിക്ക് ആർസണലോട് അതാണ്. അതന്നെ, ഇതിങ്ങനെ ഒന്ന് സംഭവിക്കട്ടെ എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ എനിക്ക് ചെൽസിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് ഞാൻ ക്ലബ് വേൾഡ് കപ്പിലും പറഞ്ഞായിരുന്നു. ക്ലബ് വേൾഡ് കപ്പിൽ പറയാൻ കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും PSG വൺ ടീമാണ്, അടിച്ച് തൂഫാനാക്കും. അതുണ്ട്. അല്ല, സത്യത്തിൽ PSG മോശം ടീമൊന്നും അല്ല. പക്ഷെ ഈ ചെൽസിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെൽസിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ചെൽസിയിൽ എല്ലാം നല്ല യങ്സ്റ്റേഴ്സ് വന്നിട്ട് അവർക്ക് വേറൊരു മൂഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പം ആ ഫ്രണ്ടിൽ കളിക്കുന്നവരായാലും ശരി, മിഡിൽ കളിക്കുന്നവരായാലും ആ രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ചെൽസി ഒരു അൺപ്രഡിക്റ്റബിൾ ടീമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് അവർ നല്ല സൈനിങ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർസണലിനെക്കാളും സെക്കൻഡ് മോസ്റ്റ് സ്പെൻഡ് ചെയ്തേക്കുന്നത്, അല്ല സോറി, ലിവർപൂളിനെക്കാളും സെക്കൻഡ് മോസ്റ്റ് സ്പെൻഡ് ചെയ്തേക്കുന്നത് കേറിയോ? അതെങ്ങനെയാണ് ഇവിടെ സൈനിങ് തീർന്നില്ല? നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് നോക്കുന്നുണ്ട്. ആണോ? മോനെ, ഇത് ഞാൻ ചില സമയത്ത് ആയിരിക്കും, ഞാൻ ബാഴ്സലോണ ഫാൻ ആയതുകൊണ്ട് ഇവന്മാർക്ക് ഇതൊന്നും മടുക്കണില്ലേ എന്നുള്ളതാണ്. നമുക്കാണെങ്കിൽ വാങ്ങിക്കാൻ പോലും പറ്റല്ല. നമുക്ക് വാങ്ങിക്കാൻ പോലും പറ്റല്ല. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലിൽ അടച്ച്, ഫൈനല്ല ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി വരുന്നു. ബാക്കിയുള്ളവരുടെ ഇതെല്ലാം അടച്ചു. അപ്പൊ അതേ കിടക്കണത് അടുത്ത വീണ്ടും ഫൈൻ. ഇതൊരിക്കലും വിട്ടുപോകില്ല തോന്നുന്നു. ബാഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ കുരുക്കാണ്. നമുക്കപ്പോ അതെന്റെ ഇത് ചെൽസി ഒന്നും കൂടി ചെൽസി കപ്പടിക്കുന്നു. ചെൽസി എന്റെ ഇതില് യുണൈറ്റഡ്. ഇത്രയും ആലോചിച്ച് പറയടാ. യുണൈറ്റഡ് പറയണമെന്ന് തന്നെയാണ്. പക്ഷെ എനിക്കും ചെൽസി അടിക്കുമെന്ന് തന്നെ തോന്നുന്നു. അതിലൊരു ത്രില്ലില്ല പറഞ്ഞില്ലേ? എനിക്കും ചെൽസി അടിക്കുന്നു. പക്ഷെ നീ യുണൈറ്റഡിന്റെ കേസ് പറഞ്ഞാല്, യുണൈറ്റഡ് അടിക്കില്ല എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ, യുണൈറ്റഡ് നല്ല ഫോർവേഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടീം ഒന്ന് സെറ്റ് ആവാൻ കുറച്ചും കൂടെ സമയം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പോ നീ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോ പുള്ളിയും ചെൽസി പറഞ്ഞു, ഞാനും ചെൽസി പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ സീസൺ എടുത്തു കഴിഞ്ഞ സീസൺ ആർനെ സ്ലോട്ട് ലിവർപൂളിനെ വെച്ച് അടിച്ചതിന്റെ ഒരു മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്, പുള്ളിക്കാരുടെ ടാക്ടിക്സും ഈ പറഞ്ഞ പോലെ ആ ഒരു അപ്രോച്ചും ബാക്കിയുള്ളവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അതും പോരാണ്ട് ബാക്കിയുള്ള ടീമുകൾ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. സിറ്റി ഈ പറഞ്ഞ റോഡ്രി ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്ത്, ഈ പറഞ്ഞ ആർസണലാണെങ്കിൽ ആ ഒരു പ്രോപ്പർ നമ്പറിനേണ്ട കുറവുണ്ടായിരുന്നു. പക്ഷെ ഈ സീസൺ എല്ലാ ടീമുകളും അവർ നികത്തിയിട്ടുണ്ട്. എല്ലാ പൊസിഷനിലും എല്ലാവർക്കും നികത്തിയിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു ഇതിൽ ചെൽസി എന്ന് പറയാൻ കാരണം, ബാക്കിയുള്ള ഏത് ടീം കമ്പയർ ചെയ്ത് നോക്കിയാലും അന്യായ ബെഞ്ചാണ്. എങ്ങനെയാണെങ്കിലും പ്ലേയേഴ്സിനെ ഏത് രീതിയിലാണെങ്കിലും ഇറക്കാം. എങ്ങനെയായിരിക്കും അടുത്ത മാച്ചിൽ ഫോർമേഷൻ ഇറക്കാന്നുള്ളത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റൂല. ചെൽസിയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, മിഡിൽ ഇപ്പോ എൻസോനോ അല്ലെങ്കിൽ കൈസേഡോനോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഇല്ല. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേസില്ല, ഫുൾ യങ്സ്റ്റേഴ്സ് ആണ്, ഫുൾ എനർജി ആണ്. അത് ചിലപ്പോൾ പ്രശ്നം വരാനും ചാൻസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേസില്ല, കാരണം സീസൺ ത്രൂ നല്ല മാച്ച് വരും. പക്ഷെ എടാ, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ക്ലബ് വേൾഡ് കപ്പിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് അവർക്ക് മാറ്റാൻ പറ്റി. കാര്യം എന്താണെന്നറിയോ,
എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് PSG ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം PSG ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെ കിട്ടിയാലും അടിക്കാൻ പറ്റില്ല. ഇത് വിചാരിച്ചിരിക്കുമ്പോ അവരെങ്ങനെ കളിച്ചോ അതേ നാണയത്തിൽ ചെൽസി തിരിച്ചടിച്ചു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ റീസ് ജെയിംസ് പ്രസ് മീറ്റിൽ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് റയൽ മാഡ്രിഡ് ഹോൾഡ് ഓഫ് ചെയ്ത് ബാക്ക് ഓഫ് ചെയ്ത് ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങളും പ്രഷർ ചെയ്യും, അതുപോലെ അതേപോലെ തന്നെ പ്രസ് ചെയ്ത് കളിച്ചു. അതിന്ന് പക്ഷെ ഇനി ഞാൻ മറ്റേ അതാണ് നമ്മുടെ ലൂയിസ് എൻട്രിക്ക് ആണെങ്കിലും അവസാനം പ്രാന്ത് പിടിച്ചോലെ ഞാനൊക്കെ പുള്ളിക്ക് എന്ത് പറ്റീന്നൊക്കെ ഞാൻ വിചാരിച്ച്. അല്ല ആരായാലും വിചാരിക്കില്ല, കാര്യം ലോകത്തിന് ഇവരെ അടിക്കാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചോണ്ട് നടക്കുന്ന സമയത്താണ് എവിടുന്നും ഇല്ലാതെ ചെൽസി വന്നിട്ട് അടിച്ചു പോകണം. വേറെ റീസൺ ഇട്ടാ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെൽസിയുടെ എപ്പോഴത്തെ ചരിത്രം അങ്ങനെയാ, ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോ വന്നടിച്ചിട്ട് പോകും. അതുകൊണ്ട് പക്ഷെ എനിക്കെന്തോ ചെൽസി അല്ല. പിന്നെ എനിക്കും ചെൽസി പ്രീ സീസൺ എടുത്തു കഴിഞ്ഞാലും ചെൽസി ഓൺ ഹോട്ട് ഫോം ആണ്. പക്ഷെ പ്രീ സീസൺ മാത്രം ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. വേറെ ഒന്നല്ല ഞാൻ ചെൽസി പറയാൻ കാരണം, ഇപ്പോ ആഷ്മൽ എടുത്തു കഴിഞ്ഞാൽ ഗൈക്രസ് വന്ന അവരുടെ ഒരു നമ്പർ 9 പ്രോബ്ലം പോയിട്ടുണ്ട്, പക്ഷേ പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഇപ്പോഴും ഇല്ല. ഗബ്രിയൽ ജീസസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല കുപ്പായി വരുമെന്ന്. പിന്നെ ലെഫ്റ്റ് വിങ് എടുത്താലും ഒരു പോരായ്മ ഉള്ളതുപോലെ ഇപ്പോഴും തോന്നുന്നുണ്ട്. സിറ്റി എടുത്തു കഴിഞ്ഞാൽ റോഡ്രിക്ക് പിന്നെയും പരിക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോ ആ ഒരു ഡിബ്രോയിന്റെ കുറവ് അതൊരു വലിയ കുറവാണ്. കൈൽ വാക്കറും പോയി. യുണൈറ്റഡ് ടൈം എടുക്കും. ലിവർപൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ. പക്ഷെ സിറ്റിയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സിറ്റിനെ ഒരിക്കലും നമുക്ക് എഴുതി തള്ളിക്കളയാൻ പറ്റൂല എന്നുള്ളത് വേറെ പ്രശ്നമുണ്ട്. റേസിലുണ്ടാവും, പിന്നെ അത് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോഴത് ഈ പറയുന്ന പോലെ തന്നെ മേളിൽ നിൽക്കുന്ന ടീമുകൾക്കാണ് പ്രശ്നം. പോയിന്റ്സിൽ ഈ പ്രീമിയർ ലീഗ് വലിയ സീനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളി ഒരു ഗോള് തന്നെ മറ്റേ മൊത്തത്തിൽ മാറ്റിക്കളയണ പോലത്തെ ഒരു സെറ്റപ്പാ. ലിവർപൂൾ സംഭവം ഫ്ലോറിൻ ബേർഡ്സിനെ ആണെങ്കിലും ഇപ്പോൾ ഹ്യൂഗോനെ ആണെങ്കിലും സൈൻ ചെയ്തപ്പോ ഇസാക്കിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്ലോറിൻ ബേർഡ്സ് എന്തോ ആ ഒരു 140 million ഉള്ള പ്രൈസ് ടാഗിനുള്ള പ്ലെയർ എനിക്ക് തോന്നുന്നില്ല. പ്ലെയർ ഉണ്ട്, പക്ഷെ പ്രീമിയർ ലീഗ് ആയിട്ട് അഡാപ്റ്റ് ആയി പറഞ്ഞ പോലെ ആ ഒരു മണിക്കൊത്ത കളി ഹൈ എക്സ്പെക്ടേഷൻസ് ആണല്ലോ, ആ ഒരു എക്സ്പെക്ടേഷന്റെ ഒപ്പം ഉയരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയം എടുത്തു വെച്ചിട്ട് മറ്റേ ഇവനല്ലേ പറഞ്ഞ അവൻ രക്ഷപ്പെടുന്നൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചാളേ. പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് ലിവർപൂളിന് ഇപ്പൊ ഞാൻ ലിവർപൂളിന്റെ ഒരു കേസിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് അടിക്കാതിരുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽഡ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗ് അടിക്കാൻ പറ്റില്ല ലിവർപൂളിന്. അല്ല 2011 അല്ല 1992 മുതൽ പിന്നീട് അങ്ങോട്ട്, അതായത് അതിന് മുന്നേ ലിവർപൂൾ 7 തവണ അടിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചിട്ടുണ്ട്, ലീഗ് അടിച്ചിട്ടുണ്ട്. 92 കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടുള്ള സമയം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഷീൽഡ് അടിച്ചാൽ ലീഗ് അടിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ 300 million ഒക്കെ മുടക്കിയിട്ട് ലീഗ് അടിക്കാതിരിക്കണല്ലേ വേറെ. അതുകൊണ്ടാണ് 2011 ശേഷം കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ച ആരും ലീഗ് അടിച്ചിട്ടില്ല. ലീഗ് അടിച്ചാലും കമ്മ്യൂണിറ്റി അല്ല. പക്ഷെ 2018 സിറ്റി അടിച്ചത് ലാസ്റ്റ് 2011 എന്തോ എന്റെ ഓർമ്മയില് സിറ്റി 2000 നോക്കിയേ ഷീൽഡ് അടിച്ചത്. അപ്പൊ അടിച്ചില്ലേ 2018 19 എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചെൽസി അടിച്ചിട്ടുണ്ടല്ലോ ലീഗിന്റെ ഒപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. എനിക്കത് ഉറപ്പില്ല, തെറ്റി എന്നെ ഊക്കരുത്, ഞാൻ എന്റെ ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. യുണൈറ്റഡിലുണ്ട്. യുണൈറ്റഡിൽ 2007 2008 2010 ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ലിവർപൂൾ. അപ്പോ എനിക്കിപ്പോ പറഞ്ഞ പോലെ മിഡ് എടുത്തു കഴിഞ്ഞാൽ ഗ്രൗംബർഗിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് CDM എനിക്ക് കാണുന്നില്ല. ഫ്ലോറിൻ ബേർഡ്സ് എന്തോ ആവുന്നുള്ളത് കണ്ടില്ല. ലെഫ്റ്റ് വിംഗർ ലൂയിസ് ഡിയാസ് പോയി, ഗ്യാപ്പോ മാത്രമേ ഉള്ളൂ. അപ്പോ അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. CB ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൊണാട്ടെ വേണ്ടേക്ക് അല്ലാണ്ട് ഒരു ബാക്കപ്പ്. അതിൽ നീ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ മാച്ചിൽ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ലിവർപൂൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എടുക്കാന്ന് എനിക്കറിയില്ല. വാൻ ഡൈക്കിന്റെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ശോകമായി തുടങ്ങിയോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു തള്ളിക്കേറ്റുണ്ട്. ഈ സാധനം തെറ്റുന്നുണ്ട്. ഇപ്പൊ ടൈമിങ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പല കാര്യത്തിലും. അത് ചിലപ്പോ ഈ സീസണിൽ അവർക്കൊരു പണിയാവാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ പുള്ളിയുടെ കാലം കഴിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ചിലപ്പോ ലിവർപൂളിൽ നിന്ന് മാറി വേറൊരു ക്ലബിലേക്ക് മാറേണ്ട വന്നാൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് പിന്നെയും വരും. അത് ചിലപ്പോ പൊളിയാനുള്ള ഒരു സീസൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നി ആ ഒരു കളി കണ്ടിട്ട് പുള്ളി. പിന്നെ സ്വാഭാവികമായിട്ടും കേറി വരുമ്പോ വയസ്സ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ലിവർപൂൾ, അതാണ് എനിക്കൊരു സംശയം ലിവർപൂളില്. എപ്പോഴും ഞാൻ
മറ്റേ ഫുട്ബോളിലുള്ള ബേസിക് തിയറി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഗോൾ തടയുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതായത് ഡിഫൻസ് ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അത് മറ്റേ ഫെർഗൂസന്റെ കോട്ട് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പക്ഷെ വേറെ ആരും അങ്ങനെ അടിയിൽ നിന്ന് കയറി വന്നിട്ട് അത്ഭുതപ്പെടുത്തും എനിക്ക് തോന്നണില്ല. യുണൈറ്റഡ് ഞാൻ പറഞ്ഞില്ല, യുണൈറ്റഡിന് ഞാൻ കാണുന്ന ഒരു പ്രശ്നം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ഇനി ഒന്ന് സെറ്റായി വരണമെങ്കിൽ അതിനനുസരിച്ചൊരു ഞാൻ സത്യം പറഞ്ഞ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമുണ്ട്. ഇപ്പോ ആർക്കും ഒരു എക്സ്പെക്ടേഷൻ ഇല്ല യുണൈറ്റഡിനെ കുറിച്ച്. എനിക്ക് ഉള്ളിനുള്ളിൽ ഇവൻ ചോദിച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ആര് കപ്പ് പിടിക്കും ചോദിച്ചപ്പോഴും ചെൽസിനെക്കാളും കൂടുതൽ എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാനും പ്രതീക്ഷ നീ അതായിരിക്കും പറയാൻ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയണത് ലെസ്റ്റർ നടത്തിയതിനേക്കാളും വലിയ അത്ഭുതമായിരിക്കും ചിലപ്പോൾ ഈ സീസൺ റൂബൻ അമോറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്താൻ പോകുന്നത്. പക്ഷേ എനിക്കുള്ള ഒരു ഒറ്റ പേടി ഡേവിഡ് ആന്ത്രോനാനിയാണ്. കാരണം ബാക്ക് ലൈൻ ഒന്നും കൂടി സെറ്റ് ആയാലും ഒനാന എനിക്ക് അറിഞ്ഞൂടെ എന്താണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ ആർക്കും മനസ്സിലായിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ മറ്റേ ഇതിലൊക്കെ നല്ല ക്ലബിലേക്ക് കുറച്ചും കൂടെ വേറൊരു ക്ലബിലേക്കൊക്കെ പോകണം, അപ്പൊ പുള്ളി അടിപൊളിയാവും എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അടുത്ത സീസൺ മുതൽ പുള്ളി വേറെ ഏതോ മൂഡായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലില്ല, ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞാണ്. അപ്പോ പക്ഷെ എന്തോ റൂബൻ അമോറത്തിനെ കോച്ചാക്കി മാറ്റിയപ്പോ ഞാൻ പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ ഫെർഗൂസന് ശേഷം യുണൈറ്റഡ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചസ് ആയിട്ട് റൂബൻ അമോറ മാറും. പുള്ളിക്കാരൻ ആ ക്ലബിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കും, നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പോ ബ്രൂണോ ഫെർണാണ്ടസിനാണെങ്കിലും കഴിഞ്ഞ സീസൺ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടുകൊടുത്ത് അടിക്കാൻ ആൾക്കാരുണ്ടായില്ല. പക്ഷെ ഈ സീസൺ പ്രീമിയർ ലീഗ് പ്രൂവൺ ചെയ്തേക്കണ രണ്ട് ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ്. മാത്യസ്ക്യൂണി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്രൈൻ ബോമാണ്. അതിന്റെ ഒപ്പം ബെഞ്ചമിൻ സെസ്കോ വൺ ഓഫ് ദി പ്രോമിസിംഗ് സ്ട്രൈക്കേഴ്സ്. പുള്ളിയിൽ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടോ, പുള്ളി കുറച്ച് പിന്നെ സ്ലാട്ടന്റെ ഫാനാണ് പുള്ളി. ഞാൻ ഭയങ്കര, എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. സ്ലാറിന്റെ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന പല സാധനങ്ങളും നമുക്ക് മോട്ടിവേഷനാണ്. അപ്പൊ അതൊരു സംഭവം തന്നെയാ. എന്തുട്ടാ പുള്ളി വന്നേക്കണേ സ്പേസിന്റെ ആണോ പോണോ? ഇല്ലില്ല, പറയാൻ പറഞ്ഞ അത് പോഡ്കാസ്റ്റ് ഞാനതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ ഞാൻ ഈ പോഡ്കാസ്റ്റ് ട്രെയിനിങ് സംഭവങ്ങളും കൂടെ ചെയ്യും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനല്ലേ, പുള്ളിയുടെ പോഡ്കാസ്റ്റ് കാണാറുണ്ട് നീ? അതിനകത്ത് ചില സമയത്ത് ക്യാമറമാൻ ഇങ്ങനെ ഇടയ്ക്ക് നടന്നതാണ്. അതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ചിലർ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞിട്ട് തെറ്റ് വരുന്ന ഭാഗം ശരി വരുന്ന കട്ട് ചെയ്ത് കളയും. ശരിക്കും പോഡ്കാസ്റ്റ് റോവാ, ഇതെല്ലാം ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറയണത്. വെച്ചാൽ തെറ്റിയാലും ശരിയായാലും അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അപ്പോഴാണ് അതിനകത്തൊരു ഫീൽ ഉണ്ടാവുക എന്നാണ് പോഡ്കാസ്റ്റിന്റെ പഴയൊരു തിയറി. അത് ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പൊ ന്യൂ മീഡിയ എല്ലാം കട്ട് ചെയ്യുന്നു, റീലാക്കുന്നു, അതല്ലേ സെറ്റപ്പ്. പക്ഷെ ഇവനോട് ചോദിച്ചില്ലല്ലോ, അവൻ നമ്മളെ ക്വസ്റ്റ്യൻ ഫ്രണ്ട് ലൈൻ സെറ്റ് ആണ് യുണൈറ്റഡ് ഈ സീസൺ. എന്റെ ഒരു മൈൻഡില് ഈ സീസണിലെ ബെസ്റ്റ് അറ്റാക്ക് യുണൈറ്റഡിന്റെ ആയിരിക്കും. ബെസ്റ്റ് അറ്റാക്ക് അൺഡൗട്ടഡ്ലി. പക്ഷെ എല്ലാ ടീമിനും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പ്രീമിയർ ലീഗിൽ ഇപ്രാവശ്യം എല്ലാ ടീമിനും അത്യാവശ്യം നല്ല ഫ്രണ്ട് ലൈൻ ഉണ്ട്. ചെൽസിക്ക് നല്ല ലൈൻ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ചെൽസിക്ക് ലൈൻ വന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് റൊട്ടേഷൻ വന്നതുകൊണ്ട് അത് എന്തോരം കീപ്പപ്പ് ആയി വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആഴ്സണലിന്റെ കേസ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാക്ക ഇഞ്ചുറി പ്രോൺ ആണ്. സാക്ക എപ്പോഴെങ്കിലും പോവാം. മാഡൻ ഓഡ്ഗാർഡ് ആണെങ്കിൽ പറഞ്ഞ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പോവാം. ഗൈക്രസിനാണെങ്കിൽ റീപ്ലേസ്മെന്റും ഇല്ല. അതേപോലെ തന്നെ ഇപ്പൊ സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഭയങ്കര കുറവല്ലേ ഗൈക്രസിനോ അല്ല ഓഡ്ഗാർഡിനും ഇഞ്ചുറി ഉണ്ട്. പിന്നെ സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഹാളന്റെ കഴിഞ്ഞ സീസൺ അത്രക്കും ഡൗൺ ആയിരുന്നു, ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ പുതിയ റയൻ ജോഗി വന്നിട്ട് ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോഴുള്ള മത്സരങ്ങളാണെങ്കിൽ ഒരു എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. പഴയ സാധനം ഉണ്ടല്ലോ പുള്ളിയുടെ കയ്യിൽ ബോൾ കിട്ടിക്കുമ്പോ നമുക്കൊരു ടെൻഷനാണ്. ഇപ്പൊ വരും സാധനം ബോക്സ് ഫിനിഷർ ആയിട്ട് മാറിയതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ബുണ്ടസ്ലീഗ കളിച്ചോണ്ടിരുന്ന ഒരു കളി അല്ല പുള്ളി ഇപ്പൊ ഈ അടുത്ത് മറ്റൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ ടാപ്പിംഗ് പ്ലെയർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കിക്കോ, പക്ഷെ ഞാൻ അതിനകത്ത് നല്ലതായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കളിയാക്കണം എന്നുള്ളതാണ്. അല്ലടാ, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, പ്രീമിയർ ലീഗിൽ ഡിഫൻസ് ചെയ്യാൻ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് സ്കോർ ചെയ്ത് ടീമിനെ സേവ് ചെയ്യാന്നുള്ളത് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആളിന് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഈ ആ പൊസിഷനിൽ ചെന്ന് ഗോൾ കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതില് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഇസാക്ക് എങ്ങാനും ലിവർപൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇസാക്കും സാലയും കൂടി വന്നു കഴിഞ്ഞാൽ എന്റെ ഇതില് ബെസ്റ്റ് നമ്പർ 9 അലക്സാണ്ടർ ഇസാക്കാണ്. ടെക്നിക്കലി
ഇല്ല ന്യൂ കാസ്റ്റിൽ അതിന് കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഞാനതാ പറയുന്നത് വെച്ചാൽ അവിടെ കളിച്ചുകൊണ്ട് ഇവിടെ കളിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പിന്നെ പോരാത്തതിന് ഈ ഇപ്പൊ എസ്പെഷ്യലി ആ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇത്രമാത്രം പ്രഷർ ഉണ്ടാവുന്നില്ല, പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല, ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടിറങ്ങാൻ ഇവരെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണല്ലോ എന്നുള്ള സാധനം വെച്ചിട്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അപ്പൊ എത്രമാത്രം അത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. അതേ പറയാം ഇവിടെ എല്ലാ ടീമിന്റെയും ഞാനിപ്പോ ഈ ആലോചിക്കുന്നതാണ് ഉള്ള എല്ലാ പ്ലേയേഴ്സിനും അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിലുണ്ടല്ലോ സിറ്റി ഭയങ്കര ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ട്. കാരണം സിറ്റി സീസൺ ബിഗ് മണി സൈൻസ് നടത്തിയിട്ടില്ല. ആണെങ്കിൽ 30 മില്യൺ ഒരു സ്ഥിരം പരിപാടി മിഡിൽ പിടിച്ചേക്കുന്നു. അതേസമയം ചെൽസി, യുണൈറ്റഡ്, ഈ പറഞ്ഞ ലിവർപൂൾ, ആഴ്സണൽ എല്ലാം ഹൈ പ്രൈസ് മണി വൻ പ്രഷർ ആയിരിക്കും. ലാസ്റ്റ് സീസൺ സിറ്റി മൊത്തം ഡിഫൻഡേഴ്സിനെ സൈൻ ചെയ്തോണ്ടിരുന്നത്. അല്ല പക്ഷെ അവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു സൈനിങ്ങിന്റെ അത്രയും വലിയ സൈനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ഇതാണ്. നോക്കാം. അല്ല അത് അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ ഒരു സീസണും കൂടെ ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. ഒരു സീസണും കൂടെ ഒക്കെ ഞാൻ കണ്ടുടാ. ഞാൻ ഒരു ഇത് കണ്ടു. കുഴപ്പമില്ലാണ്ട് പുള്ളിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊപ്പം ബാക്കിയുള്ളവർ സെറ്റായി കിട്ടിയാൽ മതി. പക്ഷെ അവിടെ ലിങ്ക്ഡ് ആണ്, സെറ്റായിട്ട് പൊക്കോളും. പിന്നെ സീരിയെ കുഴപ്പമില്ല, നോക്കാം. ഞാൻ സ്ഥിരം കാണുമായിരുന്നു. ഞാൻ അതിന്റെയും ടെലികാസ്റ്റ് ആക്ച്വലി ഇത് പറഞ്ഞൊരു മറ്റേ ക്ലീഷ് സ്ഥിരം ഉണ്ടാവാറില്ല. നമ്മുടെ ഏത് ചാനലിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ESPN-ലാണോ ഏതിലൊന്നും ഈ സാധനത്തിന്റെ സീരിയയുടെ എല്ലാം സ്ട്രീമിംഗ് ഇല്ല. നിർത്തിയോ? ഞാനവിടെ ഇപ്പൊ ട്രിവാൻഡ്രത്തേക്ക് മാറി കഴിഞ്ഞപ്പോ ഇവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അത് കാരണം എനിക്ക് പഴയ പോലെ TV കാണൽ പറ്റണല്ല. പണ്ട് സോണിയിലായിരുന്നു. സോണിയില ഏതിലൊന്നുണ്ട് എനിക്ക് ഓർമ്മ. സ്ഥിരം നമുക്ക് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരം കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ? അപ്പൊ ഇവനും ചെൽസി തന്നെ പറഞ്ഞ പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ടോപ്പ് സ്കോറർ ആയിരിക്കും. ടോപ്പ് സ്കോറർ നീ പറഞ്ഞാ. എന്നിട്ട് ഞാൻ പിന്നെ ഫോർവേഡ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്നൊക്കെ സെലക്ട് ചെയ്ത ഒരാളെടുക്ക്. കൊറേ പേരെ പറയാനൊന്നുമില്ല. സല തന്നെയായിരിക്കും. സലേനെ എനിക്ക് അത്ര വിശ്വാസമില്ല ഇപ്രാവശ്യം പറ്റൂ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ പുള്ളി ചില സമയത്ത് പുള്ളിയെ കുറിച്ച് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചാണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് ദ മോസ്റ്റ് ഓവർ റേറ്റഡ് പ്ലെയർ ആണ് സാല. ചില സമയത്ത് പുള്ളി ഭയങ്കര കളി കളിക്കും, ചില സമയത്ത് പുള്ളി കളിക്കുകയില്ല, ഗ്രൗണ്ടിൽ കാണൂല. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഞാൻ സ്ഥിരം പുള്ളിയുടെ മാച്ചുകൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് എത്രമാത്രം പറയാനറിയുന്നത് ഞാൻ ഇത് കണ്ടതിന്റെ ബേസിൽ പറയുന്നതാണ്. അപ്പം അതിനകത്ത് പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഗോള് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്, കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്ക് ഒരു ടീമിൽ മൊത്തത്തിൽ എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഒരു വലിയ ചോദ്യം. അതുകൊണ്ടാണ് ചില സമയത്ത് പുള്ളിയെ കാണാതെ പോകുന്ന മാച്ചുകളിൽ നിന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഈ വർഷം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചെൽസിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. അല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ആരെയെന്നറിയോ? നമ്മുടെ അല്ലടാ മറ്റേ ചെറിയ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ, അവന്റെ പേരെന്ന് പറഞ്ഞു. എടാ ബ്രസീലിയൻ എസ്റ്റാവിയോ. ആ മുടി ഇങ്ങനെ വെച്ചാൽ ഞാൻ പേര് കേട്ടണല്ലോ. അവൻ ചിലപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ ആണ്, പക്ഷെ അവൻ നന്നായി കളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ നല്ല ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതന്നെ വണ്ടർ കിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ല. പുള്ളി ചിലപ്പോ ഒരു റൊട്ടേഷൻ ആയിരിക്കും. പക്ഷെ എടാ പ്രീമിയർ ലീഗ് അല്ലേ, പരിക്ക് വരും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ അല്ലേ എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ചെൽസിയുടെ ഒരു ടോപ്പ് സ്കോറർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെൽസിയുടെ വർഷം ഉണ്ടാവണം. ഹാളൻഡ് എന്തായാലും പക്ഷേ എനിക്ക് തോന്നുന്നു ടോപ്പ് സ്കോറർ ആവും. കാരണം ഇബ്രാഹിം പോയതൊരു വലിയ കുറവ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയൊരു സ്ട്രക്ചർ ആയിട്ട് ഗോഡിയോൾ എങ്ങനെയിരിക്കും ഇറക്കം എന്നുള്ളത് കണ്ടറിയണം. പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ, കടി തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഈ പുള്ളിക്ക് പ്ലേയേഴ്സിനെ മാറ്റൽ പരിപാടി ഉണ്ടല്ലോ, ഓവർ കോൺഫിഡൻസും ഉണ്ട്, പലതും ചെയ്യും. ചില സമയത്തൊന്നും ഇങ്ങനെ തന്നെയാണോ ശരിക്കും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണ ഒരു മനുഷ്യനെന്നൊക്കെ തോന്നിപ്പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ. പ്രീമിയർ ലീഗിലെ ഏറ്റവും വേർസ്റ്റ് സൈനിങ് ഏതായിരിക്കും ഈ സീസണിൽ? അങ്ങനെ പറയാൻ ഞാൻ
പ്രഡിക്ഷൻ എന്നാലും എന്താണ് മോശമല്ലടാ ഒരാളെ നമ്മള് ഞങ്ങളൊക്കെ എന്താ അങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് സൈനിങ് അല്ലേ ഇപ്പൊ എക്സ്പെക്ടേഷൻ ഒത്ത് ഉയരാൻ പറ്റാണ്ട് പോണ ഒരു പ്ലെയർ ആരായിരിക്കും ഈ സീസണില്? പിന്നെ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞ ഫ്ലോറിയൻ വേർഡ്സ് എന്നാണ്. അത് ഇപ്പോഴും പറഞ്ഞല്ല, പുള്ളി അത്യാവശ്യമൊക്കെ പെർഫോം ചെയ്യൂല. ചാമ്പ്യൻസ് ലീഗ് പ്രൂണാണ്. പക്ഷെ എന്നാൽ പോലും പ്രീമിയർ ലീഗ് ആയിട്ട് അഡാപ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പ്രീമിയർ ലീഗിന് ഒരു ഫാസ്റ്റ് നമ്മൾ ലീഗ് പോകുന്നിടത്തോളം എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രൈസ് മണി വെച്ച്. കാരണം ഇപ്പൊ ഫിലിപ്പി കുട്ടിനോ ലിവർപൂളിൽ നിന്ന് ബാഴ്സിൽ പോയല്ലോ, അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈ ഒരു പ്രൈസ് മണി തന്നെ പോയത്. പക്ഷെ ഡെഡായി പോയി. അപ്പൊ അതേപോലെ അല്ലെങ്കിൽ പക്ഷെ എക്സ്പെക്ടേഷൻ ഒത്ത് ഉയരാൻ വേർഡ്സിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സൈനിങ് പറയാനുള്ള, പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് പറയാം. ഇപ്രാവശ്യം ചിലപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഞാൻ കാണുന്നത് വാൻ ഡൈക്കിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഒരു കയ്യിൽ നിന്ന് ഈ സീസൺ എനിക്ക് മനസ്സിലായി സൈനിങ് മനസ്സിലായി. എനിക്ക് പക്ഷേ സൈനിങ്ങിൽ അങ്ങനെ എനിക്ക് തോന്നണല്ലോ, എനിക്ക് ആരെയും തോന്നണല്ലോ സത്യത്തിൽ. ഞാൻ അവരുടെ ലിസ്റ്റിൽ ഇടാഞ്ഞത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പുള്ളി ഇപ്രാവശ്യം ചിലപ്പോൾ ഇതിപ്പോ പ്രതീക്ഷിക്കുന്നൊക്കെ ഉണ്ടെന്ന് ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ല, പുള്ളി ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ സൈനിങ്ങിൽ എനിക്ക് സത്യത്തിൽ എന്റെ മൈൻഡിൽ വരുന്നില്ല. വേണ്ട ഫ്ലോപ്പ് വേണ്ട, പാവം എല്ലാരും നല്ലതായിക്കോട്ടെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടല്ല എനിക്ക് അറിഞ്ഞൂടാ. ബെസ്റ്റ് സൈനിങ് ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കാൻ പോവാ. അതായിരിക്കും ഏത് ടീമിലും വന്നാലും. എടാ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഓവറാവും, പക്ഷെ എന്നാലും പറയാം. ഇപ്പൊ ഈ ബാലൻഡിയോറിന്റെ ഇതിനകത്ത് എല്ലാരും ഡെമ്പലെ പറയുന്നുണ്ട്, അതേ ഇതില് ത്രാസിൽ തൂക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇങ്ങനെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇതിൽ പറയാം, ആ ഹൈറ്റുള്ള മനുഷ്യന് ചാടിത്തുടലുള്ളത് ഇതൊക്കെ വലിയ പ്രശ്നമാണോ എന്നുള്ളത്. പക്ഷെ ഗോൾ കീപ്പർ പൊസിഷൻ എന്ന് പറയണുണ്ടല്ലോ, ഒരിക്കലെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒരിക്കലെങ്കിലും നിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ മറ്റേ ഈ ടർഫ് എടുത്തിട്ട് കളിക്കാൻ പോകുമ്പോ ആ ഗോൾ കീപ്പർ അല്ല, ഇതല്ലാത്ത കളിയില് ഭയങ്കര ടഫാണ് പുള്ളി. എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, എന്നാലും ബാലൻഡിയോർ കിട്ടാനും ദ ബെസ്റ്റ് സൈനിങ് പ്രീമിയർ ലീഗിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ ആയിരിക്കും. ഏത് ടീമിനാണെങ്കിലും അത് ലോട്ടറി ഉണ്ടാ. ഇപ്പൊ എത്ര രൂപ കൊടുത്താലും എന്തൊക്കെയാണെങ്കിലും എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ് പി എസ് ടിക്ക് ആ സംഭവങ്ങൾ എനിക്ക് എന്തോ ആയിക്കോട്ടെ. പുള്ളി അതിനകത്ത് നോട്ടിൽ എഴുതിയാലും എന്താണെന്ന് എനിക്കറിയില്ല എന്നുള്ള ലൈനിലൊക്കെ ഉള്ള സാധനം കണ്ടു. പക്ഷെ അത് ബെസ്റ്റ് സൈനിങ് ആയിരിക്കും. യുണൈറ്റിലോട്ട് വരട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യുണൈറ്റിലേക്ക് വരുമോ അറിഞ്ഞു വരുമോ അതന്നെ. അല്ല പക്ഷെ പുള്ളിയുടെ ഒരു ഇതിനൊക്കെ വേണമെങ്കിൽ ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു സിറ്റിക്ക് ആയിരിക്കും ചാൻസ്. പക്ഷേ സിറ്റി അടുത്ത് പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തുള്ളൂ. ട്രഫോർഡ് ഇംഗ്ലീഷ് ഗോൾ കീപ്പറിനെ അത് നമ്പർ 1 ഗോൾ കീപ്പർ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞ് സൈൻ ചെയ്തത്. പിന്നീടുണ്ടോ ഇവിടെ വരുമ്പോ ചാൻസസ് ഇല്ല. എന്താടാ ചാമ്പ്യൻസ് ലീഗ് കളിക്കണല്ലേ? അതല്ല, ഈ സീസണില് എത്ര കളിക്കാരെ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം റിജക്ട് ചെയ്തിട്ടുള്ളൂ. ന്യൂക്കാസിലിന് എല്ലാവരും ആ പടം 2 കളിക്കാരെ വന്നുള്ളൂ. ആന്റണി ലാങ്കി അത് ശരി കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും എന്നിട്ട് നേരെ കയറി പോയിക്കണം യുണൈറ്റഡിലും. ആരാന്നൊന്നും ഞാൻ പറയാനുള്ള. പക്ഷെ എന്നാലും അല്ല, ഞാൻ വിചാരിച്ചത് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു സ്ഥാനം വെച്ചിട്ട് ന്യൂക്കാസിലേക്ക് പോകുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ പ്ലേസും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നാലും യുണൈറ്റഡ് ഈസ് യുണൈറ്റഡ്. ഇല്ലടാ, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഫുട്ബോൾ ഇഷ്ടമുള്ള ആർക്കാണ് യുണൈറ്റഡിന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കാത്തത്? കാരണം ഒരു സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില സമയത്തൊക്കെ നമ്മൾ ഈ റെഫറൻസ് ഒക്കെ പറയുമ്പോൾ മറ്റേ ഡെവിൾസിന്റെ സീനും ഈ സീനൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വികാരം തോന്നും. ഇഷ്ടമുള്ള ക്ലബ്ബാണോ അല്ലയോ ആ സാധനമല്ല പറയണം, പക്ഷെ എന്നാലും ഒരു റെസ്പെക്ട് ഉള്ള ഒരു ക്ലബ്ബായിരുന്നു. ആ ക്ലബ്ബാണല്ലോ ഇപ്പൊ ഇങ്ങനെ കിടക്കണേന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. തിരിച്ചു വരണം, അവരും തിരിച്ചു വരണം. എല്ലാരും തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും വരണം. ഈ സീസണിൽ ഞങ്ങൾ വന്നിരിക്കും. എന്റെ ഫേവറേറ്റ് സൈനിങ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ സീസണിലെ ബെസ്റ്റ് സൈനിങ് ആയിരിക്കും പ്രീമിയർ ലീഗില്. കാരണം പുള്ളിക്ക് പ്രീമിയർ ലീഗിലൊന്നും പ്രൂവ് ചെയ്യാനില്ല. അഡാപ്റ്റീവ് പ്ലെയർ ആണ്. റൂബൻ അമോറത്തിന്റെ വിഷന് കറക്റ്റ് പറ്റിയ പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ I feel there is very very positivity. Something big is coming. Something big is coming. എന്തോ വലുത് വരാൻ പോകുന്നു.
ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാതില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല കഴിഞ്ഞ സീസൺ ഞാൻ ആർസണൽ കപ്പടിക്കുന്ന യുണൈറ്റഡ് ഞാൻ പിക്ചറിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാനും പ്രതീക്ഷിച്ചിരുന്നു ആർസണലിന് പറ്റുമായിരുന്നു, പക്ഷെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. എന്താ അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാവില്ല. ഈ സീസൺ ഇനി കിട്ടിയില്ലെങ്കിൽ കാരണങ്ങളില്ല, കാരണം ഇത്ര നാൾ ഒരു നമ്പർ അല്ല ഇതിക്കുള്ളിൽ ഇനി എന്താ ചെയ്യണ്ടേ? അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കടാ. മോസ്റ്റ് സർപ്രൈസിംഗ് ടീം ഏതായിരിക്കും ഈ സീസൺ? അണ്ടർഡോഗ്സ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പം അണ്ടർ ഡോഗ്സ് എന്നുള്ളതല്ല, അല്ല വെച്ചാൽ മോസ്റ്റ് സർപ്രൈസിംഗ് എന്നുള്ളത് പറയാം. അണ്ടർ ഡോഗ് എന്നുള്ള രീതിയിലല്ല, യുണൈറ്റഡ് സർപ്രൈസ് ചെയ്യിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അല്ല ഒരു സീസൺ അടിക്കും എന്നുള്ള സാധനമൊന്നുമല്ല, പക്ഷെ അവര് നമുക്കൊരു പ്രതീക്ഷ തരും. കാര്യം അവർക്കിപ്പോ നല്ല കോച്ച് ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട് കയ്യില്. ഇനിയും അവർക്കൊരു കാരണം പറയാനില്ല, അല്ലെങ്കിൽ ഇനി അവർ പ്രൂവ് ചെയ്ത് കാണിച്ചു തരേണ്ട സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചാൽ ഈ ഉറങ്ങി കിടക്കുന്ന കുറച്ച് യുണൈറ്റഡ് ഫാൻസ് ഉണ്ടല്ലോ, അവർക്കൊന്ന് ഉണരാനുള്ള സാധനം, ഒരു സർപ്രൈസിങ് സാധനം കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉറങ്ങിയിട്ടില്ലല്ല. എന്റെ ഒരു ഇതില് ആസ്റ്റൺ വില്ല അണ്ടർഡോഗ്സ് ആയിട്ട്. ആസ്റ്റൺ വില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നല്ല കിട്ടിലും കളിയായിരുന്നല്ലോ. നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ വന്ന ടീമാണ്. എനിക്ക് അതിലെ വേണ്ടിയിട്ട് എന്താ പറയാ കുറെ സെറ്റ് ബാക്സ് വരുത്താവുന്ന ടീം ആസ്റ്റൺ വില്ല ആയിരിക്കും പ്രീമിയർ ലീഗില്. പിന്നെ ടോട്ടൻഹാമിനാരും കുറച്ച് കാലം ഉണ്ടാവും, നമ്മളെല്ലാവരും മിണ്ടാണ്ടിരിക്കണേരുന്നു. പക്ഷെ തോമസ് ഫ്രാങ്ക് ഈ പറഞ്ഞ പോലെ ബ്രെൻഫോർഡിന്റെ കോച്ച് അത് മാത്രല്ല മൊത്തത്തിൽ റീവാമ്പ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ജോപ്പിലേനി ആണെങ്കിലും കുദൂസ് ആണെങ്കിലും സൈനിങ്സ് നടത്തിയേക്കണ പ്രോപ്പർ കളക്ടൻ സൈനിങ്സ് ആണ്. കറക്റ്റ് പ്ലേയേഴ്സിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ ടോട്ടൻഹാം ഈസ് എ ടീം ടു വാച്ച് ഔട്ട് ഫോർ. കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് എടുത്താലും ടോട്ടൻഹാം എടുത്താലും 15-14 ഒരു ഇതായിരുന്നു. പക്ഷെ ഇത്തവണ എടുത്തതിന് അവർ ടോപ്പ് 6 ഉണ്ടാവും. സൂപ്പർ കപ്പ് വരുന്നുണ്ടല്ലോ, ഇപ്പില്ലേ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്. അടി കിട്ടി. അതുണ്ട് ഇല്ലെന്നല്ല, അടി കിട്ടണമല്ലോ. അപ്പോഴാണ് തിരിച്ചു ആ വരവാണ് പേടിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഒരു മിനിമം ഈ നമ്മുടെ ഇന്റർ മിലാനെയൊക്കെ പൊട്ടിച്ച പോലെ തന്നെ ഉള്ളൊരു അടി ചാൻസ് ഉണ്ട്. PSG മറ്റേ കലിപ്പ് തീർക്കാനുള്ള ഒരു വരവായിരിക്കും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതെല്ലാം തീർക്കാൻ പോകുന്നത് PSG നെഞ്ചത്തേക്ക് ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു സീനുണ്ട്, നല്ല കലിപ്പുള്ള മനുഷ്യനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, പുള്ളി ഗെയിമിൽ കാണിക്കും. പുള്ളിക്കാരൻ അല്ല ഡൊണറുമായിട്ടുള്ള ഇഷ്യൂ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരനുള്ള ഇഷ്യൂ കാരണമാണ് ആയിരിക്കണം. ഞാനത് കണ്ടു, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ല ഡൊണറുമിനി ടീമിനൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പുതിയ കോച്ച് പുതിയ പ്ലേയേഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് വരാനായിട്ട് PSG ഓൾറെഡി സെറ്റ് അല്ലേ. പിന്നെ PSG എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടോ, സണ്ണും പോയി. പക്ഷെ കുദൂസ് അടിപൊളി പ്ലെയർ ആണ്, പ്രീമിയർ ലീഗ് ഫോളോ ചെയ്തൊക്കെ അറിയാൻ പറ്റും. മുഹമ്മദ് കുദൂസ് കലക്കം പ്ലെയർ ആണ്. പക്ഷെ അറിയില്ല PSG അടിക്കാൻ പറ്റും. അതാണ് പിന്നെ പോരാത്തിന് ഞാൻ ഈ പറഞ്ഞൊരു സാധനമാണ്, അവര് കുറച്ച് മറ്റേ നമ്മൾ പറയില്ലേ മോട്ടിവേറ്റിരിക്കുകയാണ്. അപ്പൊ അതിന് പക വീട്ടാതെ അവർ പോകുമെന്ന് എനിക്ക് തോന്നാനുള്ള. അതുകൊണ്ട് അതൊരു PSG ഒരു മറ്റേ കട്ടൻ റൈസർ പോലത്തെ ഒരു സാധനമായിരിക്കും. അടിച്ചങ്ങോട്ട് ഞങ്ങൾ ഇവിടെ എവിടെയും പോയിട്ടില്ല എന്നുള്ള സാധനം കാണിക്കാനുള്ള ഒരു സാധനമായിരിക്കും. PSG തന്നെ അടിക്കുന്നു വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ. പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണല്ലേ, ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ബെസ്റ്റ് പ്ലെയറും കൂടെ പ്രീമിയർ ലീഗിലെ അത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, അവന്റെ പേര് നീ പറഞ്ഞേ. അവനിൽ ഞാൻ ഇത് കാണുന്ന അങ്ങനെ അല്ലടാ, പക്ഷെ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവന്റെ ഒരു കളിയുടെ രീതി കാണുമ്പോൾ എനിക്കെന്തോ അതിലൊരു കുറച്ച് ഇപ്പോഴല്ല, ഞാൻ സീസൺ തുടങ്ങി അപ്പൊ തന്നെ കൊണ്ടുവന്ന അങ്ങനെ ആ ഒരു സാധനമല്ല പറയണത്. പക്ഷെ ലൈക്ക് എൻഡ് ഓഫ് ദ സീസൺ പുള്ളി ഒരു സംഭവമായി മാറാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോ എൻട്രിക്കൊക്കെ പോലെ മറ്റേ അവസാനം എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത പോലെ ഒക്കെ ആവുമെന്ന് എനിക്കറിയില്ല. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുമ്പോഴും പറയുന്നുണ്ട് യമാൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാം വയസ്സിൽ പുള്ളി
17-ാം വയസ്സിൽ ഇപ്പൊ ഈ സീസണിൽ, ഈ ലാസ്റ്റ് സീസണിൽ ഇത്രയും മാച്ച് കളിച്ചു. 17-ാം വയസ്സിൽ അങ്ങനെ ഒരു മാച്ച് കളിക്കാന്ന്, ഇത്രയും മാച്ചുകൾ ഇത്രയും പ്രഷറിൽ കളിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. കളിയാക്കിക്കോ, നിങ്ങൾ എന്ത് വേണേൽ കളിയാക്കി. കാര്യം എന്ന് വെച്ചാൽ നീ പറ്റുമെങ്കിൽ നിങ്ങൾ 17-ാം വയസ്സിൽ എന്ത് ചെയ്തിരുന്നു എന്നും പറഞ്ഞു നോക്കി. ഇതിന്റെ പകുതി ചെയ്യൂല എടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്കേ അറിയാലോ, ഈ എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൂഡ് സാധനമാണ്. ചെറുക്കൻ ആ സമയത്ത് കൂളായിട്ടാണ് വന്ന് കയറി കളിച്ചിട്ട് പോണത്. സത്യം പറഞ്ഞ എല്ലാരും ഒന്നും കൂടി ഇന്ററായിട്ടുള്ള സെമിയില് കാട്ടിക്കൂട്ടിയത്. അല്ല ഞാൻ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോട് ഒരിച്ചിരി ഇത് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. എടാ ഈ വയസ്സിൽ ഇവർ ഇതൊക്കെ ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിലപ്പോൾ ചെറിയ ഇതാണെങ്കിലും കളി കണ്ടും ഇതൊക്കെ വന്നുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഗ്രൗണ്ടിൽ ഈ സാധനങ്ങളൊന്നും തോന്നൂല, ഭ്രാന്ത് പിടിച്ചോലും കളിക്കുക. പക്ഷെ അവൻ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. സോ ഇതുപോലെ തന്നെ അവന് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ പറയുന്ന പോലെ പയ്യൻ ഒരു 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 ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് അറിയാം. കാരണം പ്രീമിയർ ലീഗ് ആണ്, അതൊരു വേറെ വിഷയമാണ്. പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഞാൻ പറഞ്ഞില്ലേ, സീസൺ അവസാനിക്കുമ്പോൾ നോക്കിക്കോ പുള്ളിയുടെ പേരിങ്ങനെ ഒരു സംഭവമായിട്ട് വരും. ബ്രൂണോ ഫെർണാണ്ടസ് ഡൗട്ടേ വേണ്ട, ഒരു ചോദ്യചിഹ്നം വേണ്ട, ഒരു ക്വസ്റ്റ്യനും ഇല്ല. ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും ഈ സീസണിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഇത്രയും നാളും യുണൈറ്റഡ് കളിച്ച പോലത്തെ ഒരു ഫോർവേഡ് ലൈൻ അല്ല ബ്രൂണോന് ഇതുവരെ കിട്ടിയേക്കണതില്. ബെസ്റ്റ് ഫോർവേഡ് ലൈനാണ് ബ്രൂണോ ഇപ്പൊ കിട്ടിയേക്കണത്. അതുകൊണ്ട് തന്നെ ബ്രൂണോ അസിസ്റ്റ് ഇടും, ഗോൾ അടിക്കും, പ്ലേ മേക്കിംഗ്. റോബൻ അമോറത്തിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ ത്രൈവേം ചെയ്യും. കപ്പടിച്ചില്ലെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും പ്രീമിയർ ലീഗില്. നോക്കാം കാണാം. പക്ഷെ എനിക്ക് പുള്ളിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇത് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് ഒരു ഇച്ചിരി സെൽഫിഷ്നെസ് ഉണ്ട്, ഭയങ്കര ഈഗോ അല്ല, ഈഗോ വേറെയാണ്. ഈഗോ പ്രശ്നമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ നമുക്ക് ഭയങ്കരമായിട്ട് അടിച്ച് ഇത് പുള്ളി ഇനി ഈ സീസണിൽ എങ്ങനെ കൊണ്ടുവരുന്നുള്ളതനുസരിച്ചാണ് പുള്ളി ഒരു ക്യാപ്റ്റൻ ആവുക, അല്ലെങ്കിൽ പുള്ളി ആ ടീമിന്റെ ഒരു എഞ്ചിൻ ആവുക. കഴിഞ്ഞ സീസൺ കുഴപ്പമുണ്ടായില്ല, പക്ഷെ പോർച്ചുഗലിൽ വേണ്ടി കളിക്കുമ്പോൾ ബ്രൂണോന് ഒരു സംഭവം ഉണ്ട്. വേൾഡ് കപ്പിന്റെ സമയത്താ ഇത് ഇടയ്ക്ക് ക്ലബിലും പുള്ളി പൂശാറുണ്ട്. ഇത് അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താണെന്ന് അറിയോ, ഇനിയിപ്പോ ഇത്രയും കുറെ സ്റ്റാർസ് വന്നിട്ടുണ്ട്, ഇനി എനിക്ക് എവിടെ വാല്യൂ ഉണ്ടെന്നുള്ളൊരു സാധനം കൂടെ വരും. അപ്പൊ ഞാൻ സ്കോർ ചെയ്യണോ പാസ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം വരും. ഇതെല്ലാം സർവൈവ് ചെയ്ത് പോകണം. അതുകൊണ്ട് നീ പറഞ്ഞ പോലെ അത് എത്ര ആവുന്നുള്ളത് പുള്ളിയുടെ ഈ ഒരു ചരിത്രം കണ്ടൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നോക്കാം. അങ്ങനത്തെ ഒരു സംഭവം, ചെറിയൊരു ഈഗോ എന്ന് പറയാൻ പറ്റും, അതൊരു സെൽഫിഷ്നെസ്, ആ ഒരു സാധനം കിടപ്പുണ്ട്. ഇത് പുള്ളിക്ക് പോയി തുടങ്ങിയ ചെറുതായിട്ട് പുള്ളിക്ക് കളിയുടെ ഇടയിലാണെങ്കിലും ഈ സാധനം കയറി വരും എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. ടോപ്പ് 4 ക്ലബിനാണ് ചെൽസിയും ആർസണലും ഞാൻ ഒന്നിൽ കൊടുക്കണ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും എടുത്തു ആയിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ വിട്ട്. എന്നാ ചെൽസി ഫസ്റ്റ്, ആർസണൽ സെക്കൻഡ്, തേർഡ് ലിവർപൂള്, ഫോർത്ത് ആര് വന്നാൽ എനിക്ക് വിഷയമല്ല. തേർഡ് ഫോർത്ത് ആർക്ക് കൊടുക്കണം? സിറ്റി ഉണ്ട്, യുണൈറ്റഡ് ഉണ്ട്, ടോട്ടൻഹാം ഉണ്ട്. സിറ്റി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ കയറി വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സിറ്റി 4-ലാവോ ഇനി അതിൽ താഴേക്ക് പോവോ. പക്ഷെ സിറ്റിയാണ്, ഗാർഡിയോളയാണ്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും യുണൈറ്റഡ് 4 ഒന്നും എത്തില്ല. സോറി, എനിക്ക് അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ ഞാനിത് പറയണല്ലോ, എന്നുവെച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എത്തും തോന്നല്ല. 4th പൊസിഷൻ ന്യൂകാസിൽ ചാൻസ് ഉള്ള ടീമാണ്. പക്ഷെ എനിക്ക് ഇല്ല അതിൽ നമുക്ക് ന്യൂകാസിൽ വെച്ച് നോക്കാം. ചിലപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വരവിന്റെ സമയമല്ലേ. കയറട്ടെ, ഇതാണ് 4 പേര്. ചെൽസി അടിക്കണേ. ഇതിനാണ് നീ പറഞ്ഞോണ്ടിരിക്കണേ. എനിക്കറിയാൻ പാടില്ല നീ എന്തുദ്ദേശത്തിലായിരുന്നു പറയണത്. ഇതില് ചെൽസി ഫസ്റ്റ്, യുണൈറ്റഡ് സെക്കൻഡ്, തേർഡ് ആർസണൽ, ഫോർത്ത് ലിവർപൂള്. സിറ്റി ഇല്ല, സിറ്റി ഞാൻ ഡൗട്ടിൽ വെച്ചേക്കാം. എന്നുവെച്ചാൽ ഞാൻ ഇല്ലാന്ന് പറയണതല്ല, സിറ്റി എനിക്ക് അറിഞ്ഞൂടെ. ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങളെല്ലാം സിറ്റി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതൊരു സീസൺ തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് നോക്കാം.
അവിടെ സിറ്റി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. ഇനി ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ല. ഈ സീസൺ സിറ്റി ട്രോഫിലെസ് ആയി പോകും. ഓടോ ട്രോഫിലെസ് ആയി പോകും. ഇനി ആ പുള്ളിക്ക് തലയിൽ ഭരിക്കാൻ സ്ഥലമില്ല. അമ്മാരി ഓൾറെഡി വലിച്ചു വെച്ച്. പോകുമ്പോഴും പിള്ളേര് തൂക്കണത് ഗോളികള്. ആ അത് ശരി. പിന്നെ അവിടെ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടോ പ്രീമിയർ ലീഗ് സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര മറ്റേ നമ്മളങ്ങനെ ഇല്ലാതാക്കുന്ന പോലെയൊക്കെ സംസാരിച്ച് കളയും. അത് നീ ഓരോ ആർട്ടിക്കിൾസ് ഒക്കെ എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലർ ഈ എഴുതുന്ന ആർട്ടിക്കിളിൽ വധിക്കും. ഇതൊക്കെ ആ കോച്ച് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ പോയി ആത്മഹത്യ ചെയ്ത് കളയുമല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അപ്പൊ പ്രീമിയർ ലീഗ് ഡൺ. പ്രീമിയർ ലീഗ് ഇസ് ഡൺ. അതിന്റെ പേരല്ല നീ വാ.